ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അതുപോലെ തന്നെ സബ് എഞ്ചിനീയർ, ഇതിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ ഒരു 60 ഡേയുടെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നവംബറിൽ എക്സാം വരുമെന്ന് പ്രതീക്ഷയാണ് നമ്മൾ ആ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തത്. എനിവേ നവംബറിൽ നമ്മുടെ ഇലക്ട്രീഷ്യൻ്റെ എക്സാംസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ എയുടെയൊക്കെ എക്സാംസ് വന്നിട്ടില്ല. നമുക്കത് ഡിസംബർ ഓർ ജനുവരി നമുക്ക് ആ ഒരു എക്സാംസ് പ്രതീക്ഷിക്കാം. ഓക്കെ, എനിവേ നിങ്ങൾ ആ 60 ഡേയുടെ ടൈം ടേബിൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യാം. നമ്മുടെ ഇലക്ട്രീഷ്യൻ എക്സാംസിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇലക്ട്രീഷ്യൻ്റെ എക്സാംസ് PSC ഇലക്ട്രീഷ്യൻ്റെ ഒരു സിലബസ് തന്നിട്ടുണ്ട്. നിങ്ങൾ ആ സിലബസ് മാത്രം നോക്കാതെ അഡീഷണൽ ആയിട്ടുള്ള ടോപ്പിക്സും പഠിക്കുക. ഓക്കെ, നമ്മുടെ ഡിപ്ലോമ ലെവൽ തന്നെ നിങ്ങൾ പഠിക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നല്ല ലെവൽ സ്റ്റാൻഡേർഡ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഡിപ്ലോമ ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ഡിപ്ലോമ ലെവലിൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മുടെ ഇന്ന് 19th ക്ലാസ്സാണ്. നമ്മുടെ പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സ് പാർട്ട് 3 ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ക്ലാസ്സൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് ടോപ്പിക് വൈസ് MCQ ക്വസ്റ്റ്യൻസ് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി നമ്മുടെ അൺഅക്കാഡമിയിൽ നമ്മൾ ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, നമ്മൾ ഇലക്ട്രീഷ്യൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും വരെ നമുക്ക് രാവിലെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു 10:30. ഇനി നമുക്ക് 2:30 ഒരു ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ രാത്രി 9 മണിക്കും ക്ലാസ് ഉണ്ട്. അതുപോലെ നമ്മൾ അതിൻ്റെ ലിങ്ക്, ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എല്ലാവരും കറക്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കറക്റ്റ് ക്ലാസ് ലൈവിൽ വരിക. അതോടൊപ്പം തന്നെ നമ്മുടെ LDCയിലേക്ക് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മുടെ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. 60 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ LDC മെയിൻ എക്സാം 18th ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ്സസ് എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ബാച്ചിൽ ചേരണമെങ്കിൽ മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മളെ 17th ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത 30 ഡേയുടെ ക്രാഷ് ഒരു റിവിഷൻ കോഴ്സ് ഫോർ സെക്കൻഡറി അസിസ്റ്റൻറ്റ് ഓർ ഡിഗ്രി ലെവൽ എക്സാം. ഓക്കെ, ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ്സസ് എടുക്കുന്നത്. അതുപോലെ തന്നെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത എക്സാം വരുന്നത് 22ഉം 29ഉം ആണ്. 2 PM ഡിഗ്രി ലെവൽ ഓർ സെക്കൻഡറി അസിസ്റ്റൻറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി. അതുപോലെ തന്നെ LDC ആണെങ്കിൽ 8 PM ആയിരിക്കും. ഡിഫറെൻറ്റ് പ്രൈസസും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്ലസ്സിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സും ആയിരിക്കും. ഓക്കെ, ഒരു 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് പ്രൈസിൽ നിന്നും 10% ഡിസ്കൗണ്ട് കിട്ടും. നിങ്ങളുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഫൈലിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അൺഅക്കാഡമി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ് നോക്കാം. ഡേ 90 പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സിൻ്റെ പാർട്ട് 3 ആണ്. നമ്മുടെ ചോപ്പറിൻ്റെയും ഇൻവേർട്ടറിൻ്റെയും ഒക്കെ തിയറി ക്ലാസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ആയുള്ളവർക്ക് എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് അത് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ആ ഗ്രൂപ്പിലോട്ട് ആഡപ്പ് ആവും. ഓക്കെ, നമ്മളതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ടോപ്പിക് വൈസ് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി 3 phase ഫുൾ കൺവേർട്ടർ ദ റിപ്പിൾ ഫ്രീക്വൻസി ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ്. ഇനി 3 phase ഫുൾ കൺവേർട്ടറിൽ റിപ്പിൾ ഫ്രീക്വൻസി ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് 50 Hz ആണോ, 100 Hz ആണോ, 150 Hz ആണോ, 300 Hz ആണോ? ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫോർമുല ഉണ്ട് പഠിക്കാൻ. റിപ്പിൾ ഫ്രീക്വൻസി അറ്റ് ദി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് M × സപ്ലൈ ഫ്രീക്വൻസിയാണ്. അത് ഓർത്തിരിക്കാം. റിപ്പിൾ ഫ്രീക്വൻസി അറ്റ് ദ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് M ടൈംസ് സപ്ലൈ ഫ്രീക്വൻസിയാണ്. M എന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് ദി പൾസ് കൺവേർട്ടർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് കൺവേർട്ടറാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു 3 phase ഫുൾ വേവ് AC to DC കൺവേർട്ടർ ആണ്. അത് എന്തൊരു കൺവേർട്ടറാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഒരു 6 pulse കൺവേർട്ടർ ആണ്. അപ്പോൾ നമ്മുടെ M-ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും. അപ്പോൾ നമ്മുടെ റിപ്പിൾ ഫ്രീക്വൻസി അറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 6 × സപ്ലൈ വോൾട്ടേജ് ഫ്രീക്വൻസി, ദാറ്റ് 6 × 50, ദാറ്റ് ഈസ് 300 Hz കിട്ടും. ഓപ്ഷൻ 4 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ചെയ്ത് നോക്കാം. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ ദി പവർ സെമികണ്ടക്ടർ ഡിവൈസസ് IGBT, MOSFET, ഡയോഡ് ആൻഡ് തൈറിസ്റ്റർ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? താഴെ തന്നിരിക്കുന്നതിൽ IGBT, MOSFET, ഡയോഡ്, തൈറിസ്റ്റർ ഇവരുടെ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ ആയിട്ടുള്ളതെന്ന്. All the 4 are majority carrier device, all the 4 are minority carrier device. IGBT and MOSFET are majority carrier device, where diode and thyristors are minority carrier device. MOSFET is a majority carrier device, where IGBT, diode and thyristor are minority carrier device. This option D ആണ്. നമ്മുടെ 4th ഓപ്ഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, അതായത് നമ്മുടെ MOSFET എന്ന് പറഞ്ഞ ഒരു മെജോറിറ്റി കരിയർ ഡിവൈസ് ആണ്. ഡയോഡ് എന്ന് പറയുന്നത് ബോത്ത് മെജോറിറ്റിയും അതുപോലെ തന്നെ മൈനോറിറ്റി കരിയർ ഡിവൈസ് ആണ്. ഓക്കെ, തൈറിസ്റ്റർ എന്നാണ് ഒരു മൈനോറിറ്റി കരിയർ ഡിവൈസ് ആണ്. IGBT എന്നാണ് ഒരു മൈനോറിറ്റി കരിയർ ഡിവൈസ് ആണ്. ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ചോപ്പർ ഡു ദ വോൾട്ടേജ് ആൻഡ് കറണ്ട് റിമെയിൻസ് നെഗറ്റീവ്? ചോപ്പറിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചോപ്പർ ഉണ്ട്. ടൈപ്പ് A ഉണ്ട്, ടൈപ്പ് E ഉണ്ട്, ടൈപ്പ് C, ടൈപ്പ് D. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ടൈപ്പ് A ചോപ്പർ. നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ചോപ്പർ എന്ന് പറയാം. നിങ്ങൾ ഫിഗർ നോക്കുക. ചോപ്പർ ഉണ്ട്, ഒരു ഡയോഡ് ഉണ്ട്, ലോഡ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ചോപ്പർ ഓൺ ആവുന്ന കണ്ടീഷൻ, അതായത് നമ്മുടെ വെൻ ചോപ്പർ ഓൺ ആവുന്ന കണ്ടീഷനിൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സപ്ലൈ വോൾട്ടേജ് ആയിരിക്കും. കറണ്ട് ലോഡ് കൂടെ ഫ്ലോ ചെയ്യും. ഓക്കെ, ആസ് ഷോൺ ഇൻ ഫിഗർ.
ഓക്കെ. അതുപോലെ നമ്മുടെ ചോപ്പർ ഓഫ് ആകുന്ന സമയത്ത് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കറണ്ട് ലോഡ് കറണ്ട് എന്താണ് കണ്ടിന്യൂസ്ലി ഫ്ലോ ഇൻ ദ സെയിം ഡയറക്ഷൻ ത്രൂ ഫ്രീ വീലിംഗ് ഡയോഡിൽ കൂടെ സെയിം ഡയറക്ഷനിൽ നമ്മുടെ ലോഡ് കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്. അന്നേരം നമ്മുടെ V0 I0 എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോഡ് കറണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ അതാണ് നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഈ ഒരു ഗ്രാഫ് നോക്കുക, ചോപ്പറിൻ്റെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ടൈപ്പ് എ ചോപ്പർ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ചോപ്പറാണ്. അടുത്ത ടൈപ്പ് ബി എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. ഇവിടെ നമ്മൾ ലോഡ് എന്ന് പറയുമ്പം ഓൾവേസ് കാണുന്ന ഒരു DC സോഴ്സ് ആണ്. ലോഡിൻ്റെ അകത്ത് കാണും ഒരു DC സോഴ്സും കൂടെ കാണും. ചോപ്പർ ഓൺ ആകുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കും. പക്ഷേ ലോഡ് എന്ത് ചെയ്യും, കറണ്ട് നമ്മുടെ ഇൻഡക്ടറിലൂടെ ഒരു ഇൻഡക്ടർ വരുമ്പോൾ ഉണ്ടോ, ഇൻഡക്ടറിൽ കൂടെ കറണ്ട് എടുത്ത് ചോപ്പർ എന്ത് ചെയ്യും, നമ്മൾ ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്ത് ആ ഒരു നമ്മളെ ഓൺ ടൈം ഓഫ് ദി ചോപ്പറിൽ ഇൻഡക്ടർ സ്റ്റോർ ചെയ്തിരിക്കും. അപ്പോൾ ചോപ്പർ ഓഫ് ആകുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ E+L/di/dt ആയിരിക്കും. കാരണം VO എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജിനെക്കാട്ടിയും കൂടുതലായിരിക്കും. നമ്മുടെ ഡയോഡ് എന്ത് ചെയ്യും, ഫോർവേഡ് ബയസ്ഡ് ആവും, സ്റ്റാർട്ട് കണ്ടക്റ്റീവ് ആവും, കണ്ടക്റ്റിംഗ് ആവും, പവർ എന്ത് ചെയ്യും, സോഴ്സ് വഴി ഫ്ലോ ചെയ്യും. ഓക്കെ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വാർട്ടറിലാണ് നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോം നമുക്ക് ഗ്രാഫ് കിട്ടുന്നത്. ഇപ്പോൾ ചോപ്പർ ഓൺ ആണെങ്കിലും ഓഫ് ആണെങ്കിലും നമ്മുടെ കറണ്ട് എന്ത് ചെയ്യും, നമ്മുടെ ലോഡിൽ കൂടെ ഫ്ലോ ചെയ്യും. കറണ്ട് വിൽ ബി ഫ്ലോയിങ് ഔട്ട് ഓഫ് ദി ലോഡ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യും. അതുകൊണ്ട് നമുക്കതിനെ നെഗറ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ലോഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് പോസിറ്റീവും നമ്മുടെ ഇവിടെ ഈ ഒരു സെക്കൻഡ് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് പോസിറ്റീവും ഔട്ട്പുട്ട് കറണ്ട് എന്താണ് നെഗറ്റീവാണ്. അതുകൊണ്ട് നമുക്ക് ടൈപ്പ് ബി ചോപ്പർ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാർട്ടറിൻ്റെ ചോപ്പർ എന്ന് പറയാം. അടുത്ത ടൈപ്പ് സി എന്ന് പറയുമ്പോൾ 2 ക്വാഡ്രൻറ്റ് ടൈപ്പ് എ ചോപ്പറാണ്. ടൈപ്പ് സി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിഗർ നോക്കുക, 2 ചോപ്പേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ടൈപ്പ് എ ചോപ്പറും ടൈപ്പ് ബി ചോപ്പറും പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ചോപ്പറിൽ നമ്മൾ എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എപ്പോഴും പോസിറ്റീവാണ്. ആസ് ഫ്രീ വീലിംഗ് ഡയോഡ് ഉണ്ട് ഇവിടെ, അതിന് അക്രോസ് ഒരു ഫ്രീ വീലിംഗ് ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചോപ്പർ എന്ന് പറയുമ്പോൾ ആവറേജ് വാല്യൂ ഓഫ് ദി കറണ്ട് എന്ന് പറയുന്നത് പോസിറ്റീവും ആവാം നെഗറ്റീവ് ആവാം. പിന്നെ ഇവിടുത്തെ റീജനറേറ്റീവ് മോട്ടറും ബ്രേക്കറിംഗ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഫോർ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആൻഡ് മോട്ടറിൽ ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് ചോപ്പർ കൂടുതലായിട്ടും യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് നോക്കാം. റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആൻഡ് മോട്ടറിൽ ഏത് ടൈപ്പ് ഓഫ് ചോപ്പറാണ് യൂസ് ചെയ്യുന്നത്, ടൈപ്പ് സി ചോപ്പറാണ്. 2 ക്വാഡ്രൻറ്റ് ടൈപ്പ് എ ചോപ്പർ എന്ന് പറയാം. അടുത്ത ടൈപ്പ് ഡി. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം നോക്കാം. ഇവിടെ എന്ന് വെച്ചാൽ 2 ചോപ്പേഴ്സ് ഓൺ ആവുന്ന കണ്ടീഷനിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു സപ്ലൈ വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ തന്നെ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും ചോപ്പർ ഓൺ ടൈമിൽ. ഓക്കെ. ടി ഓൺ വിൽ ബി മോർ ദാൻ ദെയർ ഓഫ് ടേൺ ഓഫ് ടൈം. അതല്ലേ അല്ലെങ്കിൽ എന്തായി മാറും, നെഗറ്റീവ് ആവും. ഓക്കെ. പിന്നെ ഡയോഡ്സും ചോപ്പേഴ്സും ഒക്കെ കറണ്ട് എന്നീ ഉള്ളി ഡയറക്ഷനിലെ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. പിന്നെ ഡയറക്ഷൻ ഓഫ് ലോഡ് കറണ്ട് എന്തിനെ ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് ഗ്രാഫ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. അടുത്തതാണ് ലാസ്റ്റ് വൺ ടൈപ്പ് ഇ ചോപ്പർ. അപ്പോൾ ഈ ടൈപ്പ് ഇ ചോപ്പറിൻ്റെ ഫിഗർ നോക്കുക, 4 ചോപ്പേഴ്സും ഉണ്ട്. അപ്പോൾ ഓരോ ക്വാഡ്രൻറ്റിലെയും വർക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ CH1ഉം CH4ഉം ഓൺ ആകുമ്പം CH4ഉം D2 വഴി കണ്ടക്ഷൻ നടക്കും. സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ CH2ഉം D4ഉം കണ്ടക്ഷൻ നടക്കും. D3 D4ഉം കണ്ടക്ട് ചെയ്യും. തേർഡ് ക്വാഡ്രൻറ്റിലാണ് D3 കണ്ടക്ട് ചെയ്യും. CH4ഉം D2 ആണ് കണ്ടക്ട് ചെയ്യുന്നത്. CH3ഉം CH2ഉം ഫോർത്ത് ക്വാഡ്രൻറ്റിൽ ഓൺ ആവും. CH2 D4ഉം കണ്ടക്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ അതും കൂടെ നോക്കുക. അപ്പോൾ ഈ ടൈപ്പിൽ ചോപ്പറിലാണെങ്കിൽ കറണ്ടും വോൾട്ടേജും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. എപ്പോഴാണ് ദാറ്റ് ഈസ് വെൻ CH3ഉം CH2ഉം ഓൺ ആവുന്ന കേസിലും നമ്മൾ CH2 D4 കണ്ടക്ട് ചെയ്യും തേർഡ് ക്വാഡ്രൻറ്റിൽ. ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചോപ്പേഴ്സ്. അപ്പോൾ നമ്മളിവിടുത്തെ ആൻസർ ഏതായിരിക്കും വരുന്നത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏത് ചോപ്പറിലാണ് വോൾട്ടേജും കറണ്ടും നെഗറ്റീവായിട്ട് വരുന്നത്, ഏതാണ് നമ്മൾ പഠിച്ചു വിട്ടേഴ്സ് ടൈപ്പ് ഇ ചോപ്പറിലാണ്. ഓക്കെ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിക്കാം. അടുത്ത് നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരെ നോക്കി. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആസ് കമ്പയർ ടു പവർ മോസ്ഫെറ്റ് BJT ഹാസ്, പവർ മോസ്ഫെറ്റോട് കമ്പയർ ചെയ്യുമ്പോൾ BJTക്ക് എന്തുണ്ട്, ഇറ്റ് ഹാസ് ഹയർ സ്വിച്ചിങ് ലോസസ് ബട്ട് ലോവർ കണ്ടക്ഷൻ ലോസസും ആണ് പഠിച്ചിട്ടുണ്ട്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ബോത്ത് ഫ്രീക്വൻസി ആൻഡ് വോൾട്ടേജ് ക്യാൻ ബി കൺട്രോൾ. താഴ്ന്നിരിക്കുന്ന ഏതിലാണ് ഫ്രീക്വൻസിയും വോൾട്ടേജും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, ഏതിലാണ്, ഇറ്റ് ഇസ് ഇൻവേർട്ടറും സൈക്ലോ കൺവേർട്ടറിലാണ് നമുക്ക് വോൾട്ടേജും ഫ്രീക്വൻസിയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളൊരു പവർ ഇലക്ട്രോണിക് സർക്യൂട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് ഡയോഡ് റെക്ടിഫയേഴ്സ്. ഡയോഡ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ മെയിൻലി ഇറ്റ് കൺവേർട്സ് AC ഇൻപുട്ട് വോൾട്ടേജിന് ഒരു ഫിക്സഡ് DC ഔട്ട്പുട്ട് വോൾട്ടേജ് DC വോൾട്ടേജ് ആക്കി മാറ്റുകയാണ്. ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് സിംഗിൾ ഫേസ് ആവാം, 3 ഫേസ് ആവാം. ഇത് എവിടെയാണ് ഡയോഡ് റെക്ടിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിക് ട്രാഷൻ, ബാറ്ററി ചാർജിങ്, ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സ്, പവർ സപ്ലൈസ്, വെൽഡിംഗ് ആൻഡ് UPS സിസ്റ്റത്തിൽ യൂസ് ചെയ്യാറുണ്ട്. അടുത്ത വേറൊരു പവർ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ് AC to DC കൺവേർട്ടർ അല്ലെങ്കിൽ ഫേസ് കൺട്രോൾ റെക്ടിഫയേഴ്സ് എന്ന് പറയാം. ഇവിടെ എന്താ നടക്കുന്നത്, AC വോൾട്ടേജിനെ വേരിയബിൾ DC ഔട്ട്പുട്ട് വോൾട്ടേജ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതും സിംഗിൾ ഫേസും 3 ഫേസും ആവാം. AC to DC കൺവേർട്ടേഴ്സ് DC ഡ്രൈവിൽ, മെറ്റലജിക്കൽ ആൻഡ് കെമിക്കൽ ഇൻഡസ്ട്രീസിൽ, എക്സൈറ്റേഷൻ സിസ്റ്റം ഫോർ സിംഗനസ് മെഷീൻസിലൊക്കെ യൂസ് ചെയ്യാം. അടുത്ത നമ്മുടെ ചോപ്പർ, DC to DC കൺവേർട്ടർ ചോപ്പർ. ഇവിടെ എന്താണ് DC ഇൻപുട്ട് വോൾട്ടേജ് ടു എ കൺട്രോളബിൾ DC ഔട്ട്പുട്ട് വോൾട്ടേജ് ആക്കി മാറ്റുകയാണ്. ഇവിടെ മെയിൻലി ലോവർ പവർ സർക്യൂട്ട്സിലാണ് നമ്മുടെ തൈറിസ്റ്റർ റീപ്ലേസ് ചെയ്ത് പവർ ട്രാൻസിസ്റ്റർ ആക്കി വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ DC ഡ്രൈവ്സ്, സബ്വേ കാർസ്, ട്രോളി ടർക്ക്, ബാറ്ററി ഡ്രിവൻ വെഹിക്കിൾസിലൊക്കെ ചോപ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അടുത്ത നമ്മുടെ DC to AC കൺവേർട്ടേഴ്സ് ആണ് ഇൻവേർട്ടേഴ്സ്.
ഇൻവെർട്ടർ ഒരു ഫിക്സഡ് ഡി സിനെ വേരിയബിൾ എ സി വോൾട്ടേജ് ആക്കി മാറ്റുകയാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്ന വേരിയബിൾ വോൾട്ടേജും വേരിയബിൾ ഫ്രീക്വൻസി ആയിരിക്കും. ഇൻവെർട്ടർ സർക്യൂട്ടിൽ വി വുഡ് ലൈക്ക് ദ ഇൻവെർട്ടർ ഔട്ട്പുട്ട് ടു ബി സൈനസോഡൽ വിത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി കൺട്രോളബിൾ ആയിരിക്കും. ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? ഇൻഡക്ഷൻ മോട്ടോർ, സിംഗനസ് മോട്ടോർ ഡ്രൈവ്സിൽ, ഇൻഡക്ഷൻ ഹീറ്റിംഗ്, HVDC ട്രാൻസ്മിഷനിലൊക്കെ ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അടുത്ത അഞ്ചാമത്താണ് AC ടു AC കൺവേർട്ടർ. അത് നമ്മുടെ അതിൽ തന്നെ ഉണ്ട്. അതാണ് ഫിക്സഡ് AC ഇൻപുട്ട് വോൾട്ടേജിനെ ഒരു വേരിയബിൾ AC ഔട്ട്പുട്ടാക്കി മാറ്റുന്നതിനെയാണ് AC ടു AC കൺവേർട്ടർ. AC ടു ഫിക്സഡ് AC ടു വേരിയബിൾ AC. ഓക്കെ, ഇതിന് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. 2 ടൈപ്സ് ഉണ്ട്. AC വോൾട്ടേജ് കൺട്രോളറും ഉണ്ട്, സൈക്ലോ കൺവേർട്ടേഴ്സും ഉണ്ട്. AC വോൾട്ടേജ് കൺട്രോളർ എന്ന് പറയുമ്പം ഈ കൺവേർട്ടേഴ്സ് എന്ത് ചെയ്യാണ്? ഒരു ഫിക്സഡ് AC വോൾട്ടേജിനെ ഡയറക്റ്റ്ലി ആയിട്ട് വേരിയബിൾ AC വോൾട്ടേജ് ആയിട്ട് സെയിം ഫ്രീക്വൻസിയിൽ കൺവേർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ പഠിച്ചോണം. ലൈറ്റിംഗ് കൺട്രോൾ, സ്പീഡ് കൺട്രോൾ, ഫാൻ, പമ്പിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സൈക്ലോ കൺവേർട്ടറിലാണെങ്കിൽ എന്താ നടക്കുന്നത്? ഇറ്റ് കൺവേർട്ട് ഇൻപുട്ട് പവർ അറ്റ് 1 ഫ്രീക്വൻസി ടു ഔട്ട്പുട്ട് പവർ അറ്റ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയാണ്. ത്രൂ ഒരു 1 സ്റ്റേജ് കൺവേർഷനാണ്. ഇൻപുട്ട് പവർ അറ്റ് 1 ഫ്രീക്വൻസി ടു ഔട്ട്പുട്ട് പവർ അറ്റ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയാണ്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് സ്ലോ സ്പീഡ് ലാർജ് AC ഡ്രൈവ്സ്, റോട്ടറി കിന്നിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്ത ആറാമത്തെ ഒരു പവർ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ് സ്റ്റാറ്റിക് സ്വിച്ചസ്. ഇത് മെയിൻലി നമുക്ക് സ്റ്റാറ്റിക് സ്വിച്ചസ് അല്ലെങ്കിൽ കോണ്ടാക്ടേഴ്സ് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു സെമികണ്ടക്ടർ ഡിവൈസ് ആണ്. ഇൻപുട്ട് സപ്ലൈയുടെ ബേസിൽ നമുക്ക് ഇതിനെ AC സ്റ്റാറ്റിക് സ്വിച്ചസ് എന്നും DC സ്റ്റാറ്റിക് സ്വിച്ചസ് എന്നൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, ചോപ്പേഴ്സ് ആർ ഡാഷ് കൺവേർട്ടർ ഏതായിരിക്കും? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ഇറ്റ് ഈസ് എന്താണ്? DC ടു DC കൺവേർട്ടർ. GTO ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്തിൻ്റെ എക്സാമ്പിൾ? ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് തൈറിസ്റ്ററിൻ്റെ എക്സാമ്പിളാണ്. GTO ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് തൈറിസ്റ്ററിൻ്റെ എക്സാമ്പിൾ. എന്താണ്? വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് GTO? ഇറ്റ് ഈസ് എ ഗേറ്റ് ടേൺ ഓഫ് തൈറിസ്റ്റർ ആണ്. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് തൈറിസ്റ്റർ ആണ്. ഒരു ഹൈ പവർ സെമി കണ്ടക്ടർ ഡിവൈസും ആണ്. ഓക്കെ, GTO എന്ന് വെച്ചാൽ ഗേറ്റ് ടേൺ ഓഫ് ട്രാൻസിസ്റ്റർ അല്ല തൈറിസ്റ്റർ. ഓക്കെ, ഒരു തൈറിസ്റ്റർ ഫാമിലി വരുന്നതാണ്. ഗേറ്റ് ടേൺ ഓഫ് തൈറിസ്റ്റർ ആണ് GTO എന്ന് വെച്ചാൽ. ഓക്കെ, ഒരു ഹയർ പവർ സെമി കണ്ടക്ടർ ഡിവൈസും ആണ്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ ഡുവൽ കൺവേർട്ടർ the firing angle of one bridge എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആണെങ്കിൽ then the firing angle of second bridge is ഒരു ഡുവൽ കൺവേർട്ടറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഒരു ഡുവൽ കൺവേർട്ടർ എന്ന് വെച്ചാൽ? ഒരു ഇലക്ട്രോണിക് കൺവേർട്ടർ ആണ്, അല്ലെങ്കിൽ സർക്യൂട്ടാണ്. 2 കൺവേർട്ടേഴ്സ്, ഫിഗർ നോക്കൂ, 2 കൺവേർട്ടേഴ്സ് കാണും. ഒന്ന് എന്തിൻ്റെ ആക്ഷൻ ആയിരിക്കും? ഒന്ന് റെക്ടിഫയറിൻ്റെ ആക്ഷനും ഒന്നിൻ്റെ ഫംഗ്ഷൻ റെക്ടിഫയർ ആക്ഷനും മറ്റതിൻ്റെ ഫംഗ്ഷൻ ഇൻവെർട്ടർ ആക്ഷനും ആയിരിക്കും. ഈ 2 കൺവേർട്ടേഴ്സ് ഫുൾ കൺവേർട്ടേഴ്സും ആൻറ്റി പാരലായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് ലിങ്ക്ഡ് ഒരു സെയിം DC ലോഡുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 കൺവേർട്ടേഴ്സും 4 ക്വാഡ്രൻ്റ് ഓപ്പറേഷൻസിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഫിഗർ നോക്കൂ, 4 ക്വാഡ്രൻ്റ് ഓപ്പറേഷൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഡുവൽ കൺവേർട്ടറിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ, ഫസ്റ്റ് വൺ നോൺ സർക്കുലേറ്റിംഗ് കറണ്ട് മോഡിൽ. അപ്പോൾ ഇവിടെ നോൺ സർക്കുലേറ്റിംഗ് കറണ്ട് മോഡിൽ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പറയാം. ഇവിടെ സർക്കുലേറ്റിംഗ് കറണ്ട് ഒന്നുമില്ല. ദർ ഇസ് നോ സർക്കുലേറ്റിംഗ് കറണ്ട് ബിറ്റ്വീൻ ദ കൺവേർട്ടേഴ്സ് ഈ ഒരു മോഡിൽ. ആസ് ഓൺലി 1 കൺവേർട്ടർ വിൽ പെർഫോം അറ്റ് എ ടൈം. ഒരു കൺവേർട്ടർ മാത്രമേ പെർഫോം ചെയ്യത്തുള്ളൂ. അതായത് കൺവേർട്ടർ 1 ഓപ്പറേഷൻ സമയത്ത് കൺവേർട്ടർ 1 ഓപ്പറേറ്റ് ചെയ്യുമ്പം നമ്മുടെ ഫയറിംഗ് ആംഗിൾ ആൽഫ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 0 to 90 ആയിരിക്കും. കൺവേർട്ടർ 2 ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഫയറിംഗ് ആംഗിൾ ആൽഫ 2 എന്ന് പറയുന്നത് ബിറ്റ്വീൻ 0 and 90 ഡിഗ്രിയാണ്. അതാണ് നോൺ സർക്കുലേറ്റിംഗ് മോഡിൽ. സർക്കുലേറ്റിംഗ് മോഡിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ദർ ഇസ് ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് 2 കൺവേർട്ടേഴ്സിലും ഓൺ കണ്ടീഷനിലായിരിക്കും. അറ്റ് സെയിം ടൈം സർക്കുലേറ്റിംഗ് കറണ്ട് അതുവഴി ഫ്ലോ ചെയ്യും. ഫയറിംഗ് ആംഗിൾസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സച്ചായിട്ട്. ഫസ്റ്റ് ഫയറിംഗ് ആംഗിൾ ഓഫ് കൺവേർട്ടർ 1ൻ്റെ ആൽഫ 1 എന്ന് പറയുന്നത് പ്ലസ് ഫയറിംഗ് ആംഗിൾ ഓഫ് കൺവേർട്ടർ 2 ആൽഫ 2 എന്ന് പറയുന്നത് ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പഠിക്കുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺവേർട്ടർ 1 ഒരു റെക്ടിഫയർ ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ആൽഫ 1ൻ്റെ ആംഗിൾ എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ 0 and 90 ഡിഗ്രി ആയിരിക്കും. കൺവേർട്ടർ 2 ഇൻവെർട്ടർ ആയിട്ട് ആക്ട് ചെയ്യുമ്പം ആൽഫ 2ൻ്റെ ആംഗിൾ ബിറ്റ്വീൻ 90 and 180 ആയിരിക്കും. ഇനി അടുത്ത് തിരിച്ച് വീണ്ടും കൺവേർട്ടർ 1 ഇൻവെർട്ടർ ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ആൽഫ 1ൻ്റെ ആംഗിൾ ഇൻ ബിറ്റ്വീൻ 90 and 180 ആയിരിക്കും. കൺവേർട്ടർ 2 റെക്ടിഫയർ ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ആൽഫ 2ൻ്റെ ആംഗിൾ ഇൻ ബിറ്റ്വീൻ 0 and 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളൊരു 4 ക്വാഡ്രൻ്റ് ഓപ്പറേഷൻ, ഒരു ഡുവൽ കൺവേർട്ടറിൻ്റെ 4 ക്വാഡ്രൻ്റ് ഓപ്പറേഷൻ്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ റെക്ടിഫിക്കേഷൻ ആയിരിക്കും, സെക്കൻഡിൽ ഇൻവേർഷൻ ആയിരിക്കും, അതുപോലെ തന്നെ തേർഡ് ക്വാഡ്രൻറ്റിൽ റെക്ടിഫിക്കേഷൻ, ഫോർത്ത് ക്വാഡ്രൻറ്റിൽ ഇൻവേർഷൻ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇത് എവിടെയൊക്കെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മുടെ ഡയറക്ഷൻ ആൻഡ് സ്പീഡ് കൺട്രോൾ ഓഫ് DC മോട്ടോഴ്സിൽ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് റിവേഴ്സിബിൾ DC ആവശ്യമുള്ളിടത്ത് യൂസ് ചെയ്യാറുണ്ട്. ഇൻഡസ്ട്രിയൽ വേരിയബിൾ സ്പീഡ് DC ഡ്രൈവ്സിലും യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഫയറിംഗ് ആംഗിൾ പക്ഷേ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ബ്രിഡ്ജിൽ 1 ബ്രിഡ്ജിൽ ഫയറിംഗ് ആംഗിൾ 30 ഡിഗ്രി, അതായത് ആൽഫ 1 30 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് പറഞ്ഞു ഒരിക്കലും ഫയറിംഗ് ആംഗിൾ 180 കാട്ടിയും കൂടാൻ പാടില്ല. ആൽഫ 1 പ്ലസ് ആൽഫ 2 എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ആൽഫ 1 തന്നിട്ടുണ്ട്, അങ്ങനെ ആൽഫ 2 കണ്ടുപിടിച്ചുകൂടെ? എത്രയായിരിക്കും? ഇറ്റ് ഇസ് 150 ഡിഗ്രി ആയിരിക്കും ആൽഫ 2 വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ട് ഏതായിരിക്കും? ഇറ്റ് ഇസ് ഓപ്ഷൻ 4 150 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു തിയറി കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതിലോട്ട് എങ്ങനെ ഈ ഒരു കോൺസെപ്റ്റ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അത്. ഓക്കെ,
അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, സ്നബ്ബർ സർക്യൂട്ട്സ് ആർ യൂസ്ഡ് വിത്ത് തൈറിസ്റ്റേഴ്സ് ടു. സ്നബ്ബർ സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നത് എന്തിനായിരിക്കും? മെയിൻലി ടു ലിമിറ്റ് ദ റേറ്റ് ഓഫ് റൈസ് ഓഫ് വോൾട്ടേജ് dV/dt. അത് റേറ്റ് ഓഫ് റൈസ് ഓഫ് വോൾട്ടേജ് dV/dt കുറയ്ക്കാൻ വേണ്ടി നമ്മൾ സ്നബ്ബർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ dV/dt പ്രൊട്ടക്ഷൻ എന്താണെന്ന് നോക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിത് നോക്കുക കേട്ടോ. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, എ മോഡേൺ പവർ സെമി കണ്ടക്ടർ ഡിവൈസ് ദാറ്റ് കമ്പൈൻസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് BJT മോസ്ഫെറ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള മോഡേൺ സെമി കണ്ടക്ടർ ഡിവൈസ്. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇറ്റ് ഈസ് IGBT, ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ, IGBT. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ലിമിറ്റ് ദ dV/dt അക്രോസ് സ്വിച്ചിങ് ഡിവൈസ് ഡ്യൂറിങ് ഡാഷ്. ഏതായിരിക്കും ലിമിറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്. സ്നബ്ബർ സർക്യൂട്ടാണ് dV/dt ലിമിറ്റ് ചെയ്യുന്നത് അക്രോസ് ദി സ്വിച്ചിങ് ഡിവൈസ് ഡ്യൂറിങ് ഏത് സമയത്തായിരിക്കും? ടേൺ ഓഫ് ടൈമിലായിരിക്കും. ഓക്കെ. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, ദ പി സൈഡ് എമിറ്റർ ഇൻ UJTയിലെ പി സൈഡ് എമിറ്റർ എന്തായിരിക്കും? ഇറ്റ് ഇസ് ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ, സിംഗിൾ ഫേസ് സെമി കൺവേർട്ടർ ഡ്രൈവ് ഈസ് ഡാഷ് കൺവേർട്ടർ. സിംഗിൾ ഫേസ് സെമി കൺവേർട്ടർ ഡ്രൈവ് ഏത് കൺവേർട്ടറാണ്? ഏതാണ്? ഇറ്റ് ഇസ് 1 ക്വാഡ്രൻറ്റ് കൺവേർട്ടറാണ്. സിംഗിൾ ഫേസ് സെമി കൺവേർട്ടർ ഡ്രൈവ് ഈസ് 1 ക്വാഡ്രൻറ്റ് കൺവേർട്ടറാണ്. ഓക്കെ. അപ്പോൾ അതിന് നമുക്ക് തിയറി നോക്കാം. ഒരു ഫുള്ളി കൺട്രോൾഡ് ബ്രിഡ്ജ് കൺവേർട്ടർ എന്ന് പറയുമ്പോൾ അത് 2 ക്വാഡ്രൻറ്റ് കൺവേർട്ടേഴ്സ് ആയിരിക്കും. ഹാവിങ് യൂണിഡയറക്ഷണൽ കറണ്ട് ആയിരിക്കും, ബോത്ത് പോസിറ്റീവും നെഗറ്റീവ് വോൾട്ടേജും. ഹാഫ് കൺട്രോൾഡ് ബ്രിഡ്ജ് കൺവേർട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റൻ വെച്ചിട്ടുള്ള ഇതാണ്, സിംഗിൾ ഫേസ് ആണ്. ഓക്കെ. അപ്പോൾ ഫുള്ളി കൺട്രോൾ ഓർക്കുക 2 ക്വാഡ്രൻറ്റ് കൺവേർട്ടേഴ്സ് ആയിരിക്കും. ഹാഫ് കൺട്രോൾ ആണെങ്കിൽ 1 ക്വാഡ്രൻറ്റ് ആയിരിക്കും. സെമി കൺവേർട്ടർ ആണെങ്കിൽ എന്താണ്? 1 ക്വാഡ്രൻറ്റ് ആയിരിക്കും. ഡുവൽ കൺവേർട്ടർ ആണെങ്കിൽ 4 ക്വാഡ്രൻറ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ അതൊക്കെ ഓർത്ത് പഠിക്കും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ പഠിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ളത് സിംഗിൾ ഫേസ് സെമി കൺവേർട്ടർ. അപ്പോൾ ഇതായിരിക്കും, അതൊരു 1 ക്വാഡ്രൻറ്റ്. ഫുൾ കൺട്രോൾ ബ്രിഡ്ജ് റെക്ടിഫയർ ആണെങ്കിൽ 2 ക്വാഡ്രൻറ്റ്. ഹാഫ് ആണെങ്കിൽ 1 ക്വാഡ്രൻറ്റ്. സെമി ആണെങ്കിലും 1 ക്വാഡ്രൻറ്റ്. ഡുവൽ കൺവേർട്ടേഴ്സ് ആണെങ്കിൽ 4 ക്വാഡ്രൻറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ആണെങ്കിൽ യൂസ് ഫോർ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ഓപ്പറേഷൻ ആണ്. സ്റ്റെപ്പ് അപ്പ് ചോപ്പർ ആണെങ്കിൽ ഏതായിരിക്കും? നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ മോട്ടറിംഗ് മോഡും, സ്റ്റെപ്പ് അപ്പ് ചോപ്പർ ആണെങ്കിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് മോഡായിരിക്കും, അതായത് സെക്കൻഡ് ക്വാഡ്രൻറ്റ് ഓപ്പറേഷൻ. ചോപ്പർ യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ഫോർ 2 ക്വാഡ്രൻറ്റും 4 ക്വാഡ്രൻറ്റ് ഓപ്പറേഷനിലും നമ്മൾ ചോപ്പർ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. അതാണ് നമ്മുടെ 13ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ സ്പീഡ് കൺട്രോൾ ഓഫ് എ സ്ലിപ്പിംഗ് ഇൻഡക്ഷൻ മോട്ടർ യൂസിങ് സ്ലിപ്പ് പവർ റിക്കവറി സ്കീം. ഏതായിരിക്കും സ്ലിപ്പ് പവർ റിക്കവറി സ്കീമിൽ? ദ സ്പീഡ് കൺട്രോൾ ഓഫ് സ്ലിപ്പിംഗ് ഇൻഡക്ഷൻ മോട്ടർ യൂസിങ് സ്ലിപ്പ് പവർ റിക്കവറി സ്കീമിൽ എന്തായിരിക്കും? നമ്മുടെ എഫിഷ്യൻസി ഇൻക്രീസ് ആവുകയാണ്, പവർ ഫാക്ടർ കുറയുകയാണ് ചെയ്യുന്നത്. പഠിച്ചോണം. എഫിഷ്യൻസി ഇൻക്രീസസ് ബട്ട് പവർ ഫാക്ടർ ഡിക്രീസസ്. അപ്പോൾ എന്താണ് നമുക്ക് സ്ലിപ്പ് പവർ റിക്കവറി സ്കീം എന്താണെന്ന് നോക്കാം. നമ്മുടെ when the speed of control of a 3-phase induction motor is done by adding resistance in rotor circuit, some part of the power called slip power is lost. ഇതും ചോദിക്കാറുണ്ട്. നമ്മൾ സ്പീഡ് കൺട്രോൾ ഓഫ് 3-phase ഇൻഡക്ഷൻ മോട്ടറിൽ നമ്മൾ എന്താണ് റോട്ടർ സർക്യൂട്ടിൽ ആഡ് ചെയ്യുന്നത്? റെസിസ്റ്റൻസ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ചില പാർട്ട് ഓഫ് പവർ ലോസ്റ്റ് ആയി പോകാറുണ്ട്, സ്ലിപ്പ് പവർ ലോസ്റ്റ് ആവാറുണ്ട്. അതായത് നമ്മുടെ എഫിഷ്യൻസി എന്ത് ചെയ്യാം? കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സ്പീഡ് കൺട്രോളിൽ എഫിഷ്യൻസി കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്ലിപ്പ് പവർ ലോസ് നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി, അതായത് വീണ്ടും നമുക്ക് ആ ഒരു എഫിഷ്യൻസി, ഓവറോൾ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 3-phase ഇൻഡക്ഷൻ മോട്ടറിൽ ആൻഡ് സെപ്പറേറ്റ് ബാക്ക് ടു ഇമ്പ്രൂവ് ദ ഓവറോൾ എഫിഷ്യൻസി ഓഫ് 3-phase ഇൻഡക്ഷൻ മോട്ടർ, പക്ഷേ പവർ ഫാക്ടർ ഡിക്രീസ് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു സ്കീം, ആ ഒരു പവർ റിക്കവർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു സ്കീമാണ് സ്ലിപ്പ് പവർ റിക്കവറി സ്കീം എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് EMF ഓഫ് സ്ലിപ്പ് ഫ്രീക്വൻസി ടു ദ റോട്ടർ സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ഈ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഇൻഡക്ഷൻ മോട്ടർ സ്പീഡ് കൺട്രോളിലായിരിക്കും. സ്ലിപ്പ് പവർ റിക്കവറി സ്കീം യൂസ് ചെയ്യുന്നത് ഇൻഡക്ഷൻ മോട്ടർ സ്പീഡ് കൺട്രോളിലാണ്. ദ സ്പീഡ് കൺട്രോൾ ഇൻ ദ ഇൻഡക്ഷൻ മോട്ടർ ഹാസ് പൂർ എഫിഷ്യൻസി ആയിരിക്കും. ഞാൻ പറഞ്ഞു, വേസ്റ്റിംഗ് ഓഫ് സ്ലിപ്പ് പവർ ഇൻ ദ റോട്ടർ സർക്യൂട്ടാണ്. പക്ഷേ ഈ ഒരു സ്കീം യൂസ് ചെയ്യുന്ന വഴി നമുക്ക് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്ത് ആ സ്ലിപ്പ് പവർ ലോസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുകൊണ്ട് അതൊരു ബോത്ത് കോൺസ്റ്റൻറ്റ് പവർ, കോൺസ്റ്റൻറ്റ് ടോർക്ക് ഡ്രൈവുമാണ്. കോൺസ്റ്റൻറ്റ് പവറും കോൺസ്റ്റൻറ്റ് ടോർക്ക് ഡ്രൈവുമാണ്. ഇതിന് വീണ്ടും 2 ടൈപ്സ് ഉണ്ട്. ഷെർബിയർ സിസ്റ്റം ഉണ്ട്, കാമേഴ്സ് ഡ്രൈവും ഉണ്ട്. ഷെർബിയർ സിസ്റ്റത്തിലാണെങ്കിൽ ഇവിടെ നമ്മൾ വേരിയബിൾ ഫ്രീക്വൻസി റോട്ടർ പവറിനെ നമ്മൾ DCയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഒരു ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ഉപയോഗിച്ച് DCയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് വീണ്ടും ഇൻവെർട്ടർ ഉപയോഗിച്ച് വീണ്ടും ACയിലോട്ട് ആക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ സപ്ലൈയിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ലിപ്പ് പവറിൽ നമ്മൾ എന്താണ്? വീണ്ടും സോഴ്സിലോട്ട് ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ട്. ആ വേസ്റ്റിംഗ്, ഇൻസ്റ്റെഡ് ഓഫ് വേസ്റ്റിംഗ് ഇൻ ദി റോട്ടർ റെസിസ്റ്റൻസ് ദെയർ ബൈ ഇൻക്രീസ് ഇൻ ദ എഫിഷ്യൻസി ഓഫ് ദി ഡ്രൈവ്. ഇവിടെ നമ്മൾ എപ്പോഴും ഓർക്കുക ഈ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഷെർബിയസ് ഡ്രൈവിൽ നമുക്ക് സൂപ്പർ സിംഗനസ് സ്പീഡാണ് കിട്ടുന്നത്, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ക്രാമേഴ്സ് ഡ്രൈവിലാണ് നമുക്ക് കിട്ടുന്നത് സബ് സിംഗനസ് സ്പീഡും ആയിരിക്കും. നിങ്ങൾ ക്രാമേഴ്സ് ഡ്രൈവ് നോക്കുക എന്താണെന്ന്. അടുത്ത് നമ്മുടെ ഒരു പ്രോബ്ലമാണ് വരുന്നത്. ഈ പ്രോബ്ലംസ് ചിലപ്പോൾ നമ്മുടെ ലെവലൊക്കെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഈ 15ാമത്തെ ഒരു പ്രോബ്ലം നോക്കാം. ഒരു മോട്ടർ ജനറേറ്റർ സെറ്റ് ഉണ്ട്, യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് വേരിയബിൾ ഫ്രീക്വൻസി AC സപ്ലൈ ആണ്. കൺസിസ്റ്റിംഗ് ഓഫ് എ 3-phase 10-pole സിംഗനസ് മോട്ടർ ആൻഡ് എ 24-pole 3-phase സിംഗനസ് ജനറേറ്റർ. ദ മോട്ടർ ജനറേറ്റർ സെറ്റ് ഈസ് ഫെഡ് ഫ്രം 25 Hz 3-phase സപ്ലൈ ആണ്.
ഡിറ്റർമൈൻ ദ ഫ്രീക്വൻസി ഓഫ് ദി ജനറേറ്റർ വോൾട്ടേജ് ഓഫ് ദി സിംഗണസ് ജനറേറ്റർ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എന്താണ് നമുക്ക് മോട്ടോർ ജനറേറ്റർ സെറ്റ് ആദ്യം എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ MG സെറ്റ് എന്ന് പറയാറുണ്ട്. ഇതെന്ന് വെച്ചാൽ മെയിൻലി റെഫർ ചെയ്യുന്ന ഒരു കോമ്പോസിറ്റ് ഡിവൈസ് ആണ്. കൺസിസ്റ്റിംഗ് ഓഫ് ഒരു മോട്ടറും കാണും, ജനറേറ്ററും കാണും, മെക്കാനിക്കലി കപ്പിളാണ്. ഒരു കോമൺ ഷാഫ്റ്റ് വഴി നമ്മൾ മെക്കാനിക്കലി കപ്പിൾ ചെയ്തിട്ടുണ്ട്. ഇതെന്താ ചെയ്യുന്നത്? ഇത് കൺവേർട്ട് ചെയ്യാണ്, നമ്മുടെ വോൾട്ടേജ്, ഫേസ്, ഫ്രീക്വൻസി ഓഫ് പവർ എല്ലാം ഇത് കൺവേർട്ട് ചെയ്യുകയാണ്. പിന്നെ എവിടേക്ക് ഇത് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പം ഐസൊലേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ലോഡ്സ്, അതുപോലെ തന്നെ വാർഡ് ലിയാനോഡ് സ്പീഡ് കൺട്രോൾ ഓഫ് DC ഷണ്ട് മോട്ടറിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഇത് MG സെറ്റ് കണക്റ്റഡ് ടുഗദർ ആണെങ്കിൽ നമുക്കത് സെയിം സ്പീഡിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു AC മെഷീൻ്റെ കേസ് നമ്മൾ സ്പീഡ് നമ്മളറിയാം 120 F/P ആണ്. ഓക്കെ, അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ദി മോട്ടർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സ്പീഡ് ഓഫ് ദി ജനറേറ്റർ ആണ്. മോട്ടർ ജനറേറ്റർ സെറ്റ് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്കിത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, 120 F ഒക്കെ കൺവേർട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് FMPG ഈക്വൽ ടു FMPG ഈക്വൽ ടു FG/PM എന്ന് കിട്ടും. FM PM ഫ്രീക്വൻസി നമ്പർ ഓഫ് പോൾസ് ഓഫ് മോട്ടറാണ്, FGPG ഫ്രീക്വൻസി നമ്പർ ഓഫ് പോൾസ് ഓഫ് ജനറേറ്ററുമാണ്. ഇതാണ് നമ്മുടെ ഫോമുല. സെയിം 120 F/P എന്ന് കിട്ടുന്ന ഫോമുലയാണ്. ഇതിൽ നമുക്ക് നോക്കൂ, എല്ലാം തന്നിട്ടുണ്ട്. FM തന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ, PM ഉണ്ട്, PG ഉണ്ട്. അങ്ങനെ നമുക്ക് FG കിട്ടത്തില്ലേ, 60 Hz. ഇറ്റ് ഈസ് ഓപ്ഷൻ 4 60 Hz. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇതും ഒരു പ്രോബ്ലമാണ്. ഈ മോട്ടർ ഹാസ് ടു സപ്ലൈ ദ ഫോളോയിങ് ലോഡ് സൈക്കിൾ ടു എ വേരിയിങ് ലോഡ്. 20 kW ഫോർ 10 സെക്കൻഡ് ആണ്, 10 kW ഫോർ 20 സെക്കൻഡ് ആണ്, 30 kW ഫോർ 10 സെക്കൻഡ്സ് ആണ്, ആൻഡ് ഐഡിയൽ ഫോർ 10 സെക്കൻഡ് ഇൻ 1 ലോഡ് സൈക്കിൾ. നമുക്ക് മോട്ടറിൻ്റെ സൈസാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അതിനൊരു ഫോമുലയുണ്ട്. കണ്ടിന്യൂസ് റേറ്റിംഗ് ഓഫ് എ മെഷീൻ കാണാനുള്ള ഫോമുലയാണ് √σ × KW² ടൈം ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ എല്ലാം തന്നിട്ടുണ്ട്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. √300 kW കിട്ടും. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, 16 കഴിഞ്ഞു. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, നെറ്റ് എനർജി സേവ്ഡ് ഡ്യൂറിങ് റീജനറേറ്റിംഗ് ബ്രേക്കിംഗ് ഓഫ് ആൻ ഇലക്ട്രിക് ട്രെയിൻ. റീജനറേറ്റീവ് ബ്രേക്കിംഗ് പഠിക്കാനുണ്ട്. നെറ്റ് എനർജി സേവ്ഡ് ഡ്യൂറിങ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഓഫ് ആൻ ഇലക്ട്രിക് ട്രെയിൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇറ്റ് ഈസ് ഹൈ ആയിരിക്കും. ഇത് ഹൈ ഡൗൺ കോഎഫിഷ്യൻ്റ് ആണ്. ഹൈ വിത്ത് എ ഹൈ ഡൗൺ ഗ്രേഡിയൻ്റ് ആണ്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്താണെന്ന് നോക്കാം. ഈ ഒരു മെത്തേഡിൽ നമുക്ക് നോ എനർജി ഈസ് ഡ്രോൺ ഫ്രം ദി സപ്ലൈ ഡ്യൂറിങ് ദ ബ്രേക്കിംഗ് പീരീഡ്. സം ഓഫ് ദി എനർജീസ് ഫെഡ് ബാക്ക് ടു സപ്ലൈ സിസ്റ്റത്തിലോട്ട് കൊടുക്കുന്നുമുണ്ട്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ബ്രേക്കിംഗ് ടോർക്ക്, മോട്ടറിൽ ജനറേറ്റ് ചെയ്ത ബ്രേക്കിംഗ് ടോർക്ക് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി റൊട്ടേഷൻ ഓഫ് ദി മോട്ടർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ബോത്ത് AC-നും DC മോട്ടോഴ്സിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇന്ന് കിട്ടുന്ന നെറ്റ് എനർജി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഡ്യൂറിങ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഓഫ് ദി ഇലക്ട്രിക് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ ഹൈ ഡൗൺ ഗ്രേഡിയൻറ്റും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബാക്കി വായിച്ചു നോക്കുക. പ്ലഗ്-ഇൻ ടൈപ്പ് ബ്രേക്കിംഗ് നോക്കുക, ഡൈനാമിക് ടൈപ്പ് നോക്കുക, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നോക്കി പഠിക്കാം. ഓക്കെ, അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ, Dash is the method of braking in which motor armature remain connected to the supply and draws power from it, producing torque opposite to the direction of motion. ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ C പ്ലഗിംഗ് ആണ്. പ്ലഗിംഗ് വായിച്ച് പഠിക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ, AC drives can be used to control ബോത്ത് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിലും സിംഗിൾസ് മോട്ടേഴ്സിലും AC ഡ്രൈവ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ DC ഡ്രൈവിൽ യൂസ് ചെയ്യാത്ത മെത്തേഡ്? ഇറ്റ് ഈസ് തെർമൽ കൺട്രോൾ ആണ്. തെർമൽ കൺട്രോൾ. അപ്പോൾ രണ്ടും തന്നിട്ടുണ്ട്. സ്പീഡ് കൺട്രോൾ പഠിക്കാം. അടുത്ത 21, ഇഫ് എ സിംഗിൾ ഫേസ് മോട്ടർ ഡ്രൈവ്സ് എ നമ്പർ ഓഫ് മെഷീൻ ത്രൂ ബെൽറ്റ് ഫ്രം എ കോമൺ ഷാഫ്റ്റ്, സച്ച് എ ടൈപ്പ് ഓഫ് ഡ്രൈവ് സിസ്റ്റം ഈസ് ഇൻഡിവിജ്വൽ ഡ്രൈവ് ആണോ, കോംപ്ലക്സ് മോട്ടർ ഡ്രൈവ് ആണോ, മൾട്ടി മോട്ടർ ഡ്രൈവ് ആണോ, ഗ്രൂപ്പ് ഡ്രൈവ് ആണോ? ഏതാണ് വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ D ഗ്രൂപ്പ് ഡ്രൈവ് ആണ് വരുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇൻഡിവിജ്വൽ ഡ്രൈവ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സിംഗിൾ മോട്ടറെ കാണും. ഇൻഡിവിജ്വൽ ആ ഒരു വാക്കിൽ തന്നെയല്ല, ഒരു സിംഗിൾ ഇലക്ട്രിക്കൽ മോട്ടർ യൂസ് ചെയ്ത് ഇൻഡിവിജ്വൽ മെഷീൻസ് ഡ്രൈവ് ചെയ്യുന്നത്. മൾട്ടി മോട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? സെപ്പറേറ്റ് മോട്ടേഴ്സ് കാണും. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് പഠിക്കുക. അപ്പോൾ ഇത് ഗ്രൂപ്പ് ഡ്രൈവ് കുറിച്ച് ഓരോന്നും തന്നിട്ടുണ്ട്. എന്താണ് ഒരു ഇലക്ട്രിക്കൽ ഡ്രൈവ്, അതിൻ്റെ പാരാമീറ്റേഴ്സ്, ഗ്രൂപ്പ് ഡ്രൈവിൻ്റെ പാരാമീറ്റേഴ്സ്, ഇനീഷ്യൽ കോസ്റ്റ്, സീക്വൻസി ഓഫ് ഓപ്പറേഷൻ, സ്പേസ് റിക്വയർമെൻറ്റ്, ലോ മെയിൻ്റനൻസ് കോസ്റ്റ്, പവർ ഫാക്ടർ, എഫിഷ്യൻസി, റിലയബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, സ്പീഡ്, ടൈപ്പ് ഓഫ് മെഷീൻസ്, അതൊക്കെ നോക്കി പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഗ്രൂപ്പ് ഡ്രൈവ് ആണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിവൈസ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ DC ഡ്രൈവ്സിൽ യൂസ് ചെയ്യുന്നത് തൈറിസ്റ്റർ ആണ്. ഏതാണ്? തൈറിസ്റ്റേഴ്സ്. ഓക്കെ, SCR തൈറിസ്റ്റേഴ്സ് ആണ്. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ, ടു സേവ് എനർജി ഡ്യൂറിങ് ബ്രേക്കിംഗ് വിച്ച് ടൈപ്പ് ഓഫ് ബ്രേക്കിംഗ് ഈസ് യൂസ്ഡ്? ഏത് ബ്രേക്കിംഗ് ആയിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ A റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ വായിച്ച് നോക്കുക. ഓക്കെ, അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ, വാർഡ് ലിയോണാർഡ് കൺട്രോൾഡ് DC ഡ്രൈവ്സ് ആർ ജനറലി യൂസ്ഡ് ഫോർ ഡാഷ് എക്സ്കവേറ്റേഴ്സ്. എവിടെയായിരിക്കും? ഇറ്റ് ഈസ് ഹെവി ഡ്യൂട്ടി എക്സ്കവേറ്റേഴ്സിലായിരിക്കും യൂസ് ചെയ്യുന്നത്. വാർഡ് ലിയോണാർഡ് കൺട്രോൾ DC ഡ്രൈവ്സ് ഒരു സ്പീഡ് കൺട്രോൾ DC മോട്ടർ. മെയിൻലി ഈ സിസ്റ്റം യൂസ് ചെയ്യുന്നത് എലവേറ്റേഴ്സും ഹെവി ഡ്യൂട്ടി എക്സ്കവേറ്റർ, ഹോയിസിലൊക്കെയാണ് ഈ ഒരു വാർഡ് ലിയോണാർഡ് കൺട്രോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസും ഡിസ്കഷൻ. ഇപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ് 2:30 ലൈവ് ക്ലാസ് മറക്കാതിരിക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി ഓണം.